നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയതിനെ തുടർന്ന് സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രസംഗത്തിനിടയിലാണ് അദ്ദേഹം തൻ്റെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന ഫ്ലാഗ് അത് ഏത് രാജ്യത്തിൻ്റേത് എന്ന് പോലും സംശയം ജനിപ്പിക്കത്തക്ക രീതിയിൽ ആ ഫ്ലാഗിൻ്റെ വർണ്ണങ്ങൾ വ്യക്തമാക്കുന്നു. അത് ഇന്ത്യൻ ദേശീയ പതാകയല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത് ഇറ്റലിയുടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തിൻ്റെയോ ആകാനുള്ള സാധ്യതയാണ് അതിനകത്തുള്ള നിറങ്ങൾ. ആ നിറങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ നിറവുമായി അല്ല സാമ്യത. ഇതുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള തർക്ക വിഷയം BJPക്കെതിരെ ഉയരുന്നത്. നമുക്കറിയാം, വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റ് ശക്തമായി ഒരു നടപടിക്രമം ഇപ്പോൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ മാതരം ചൊല്ലി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് BJP നേതൃത്വം പറയുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംസ്ഥാനങ്ങൾ മനസ്സില്ലാ മനസ്സോടെയാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഗോദി മീഡിയകളും അതുപോലെ തന്നെ സൈബർ ലോകത്ത് മോദിയുടെ എഴുത്തുകൂലിക്കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ നരേന്ദ്രമോദി നടത്തിയ കൃത്യവിലോപം അതിനേക്കാൾ വരുമോ മറ്റേതെങ്കിലും എന്നുള്ള ചോദ്യം വലിയ തോതിൽ പ്രശ്ന സങ്കീർണമായി മാറുകയാണ്. നരേന്ദ്രമോദിക്ക് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോനിയുമായി വലിയ അടുപ്പമുള്ളതുകൊണ്ട് അവരുടെ രാജ്യത്തിൻ്റെ ദേശീയ പതാകയാണോ തൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്നത്, അതോ മറ്റെന്തെങ്കിലും സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണോ? ഇത്തരത്തിൽ നെടുനീള ചോദ്യങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഒരു കാര്യം മാത്രം വ്യക്തമാണ്, 75 മിനിറ്റോളം നീണ്ടുനിന്ന പ്രസംഗത്തിൽ ഒരു ഘട്ടത്തിൽ പോലും രാജ്യത്തെ യുവാക്കളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പകരം രാജ്യത്തിനകത്തും പുറത്തും ഇന്ത്യ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു ധ്വനി പകരുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തല്ല ശത്രുക്കൾ. സംഘപരിവാരത്തിന് സ്വാഭാവികമായി ശത്രുക്കൾ വരും. കാരണം സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് ഒരു രീതിയിലും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത കോടിക്കണക്കിനായ ഇന്ത്യക്കാർ, അവർ സ്വാഭാവികമായും അസ്വസ്ഥരാണ്. അവർക്ക് ഈ ഭരണം തൂത്തെറിഞ്ഞേ മതിയാവുകയുള്ളൂ. 2029 ആ ഭരണത്തിന് വിരാമമാകും. നരേന്ദ്രമോദി 29 വരെ പ്രധാനമന്ത്രിയായി തുടരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒരുപക്ഷേ ഭരണമാറ്റത്തിലേക്ക്, പ്രധാനമന്ത്രിയെ മാറ്റേണ്ട അവസ്ഥയിലേക്ക് BJP നേതൃത്വത്തിന് കാര്യങ്ങൾ സങ്കീർണമാകുന്ന സാഹചര്യം ഉണ്ടാകും. കൃത്യമായി പറഞ്ഞാൽ പല BJPയുടെ നേതാക്കളും പറയുന്നത് അദ്വാനിയാൽ അല്ലെങ്കിൽ മുരളി മനോഹർ ജോഷിയാൽ ആകൃഷ്ടരായി അവരുടെ പാത പിന്തുടരാൻ വന്നവർ ശരിക്കും ഈ രാജ്യത്ത് രണ്ട് പൈശാചിക മനസ്ഥിതിയോടെ പ്രവർത്തിക്കുന്നവരുടെ അടിമയാക്കപ്പെടേണ്ടി വരുന്നതിൻ്റെ അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. അത് അമിത്ഷായെയും നരേന്ദ്രമോദിയും ഉദ്ദേശിച്ച് തന്നെയാണ്.